നേടിയെടുക്കുന്ന ആദ്യ താരമായി വിരാട് കോഹ്ലി. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന രാജസ്ഥാൻ റോയൽസിനെതിരായ എലിമിനേറ്ററിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരം പുതിയ നാഴികക്കല്ല് താണ്ടിയത്. രാജസ്ഥാൻ റോയൽസിനെതിരെ 33 റൺസ് നേടിയതോടെ നിരവധി റെക്കോർഡുകൾ തകർത്ത വിരാട് കോഹ്ലി മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയായിരുന്നു. ഈ സീസണിൽ 15 മത്സരങ്ങളിൽ നിന്നായി കോഹ്ലി 741 റൺസാണ് നേടിയത്. 2016 IPL സീസണിലാണ് വിരാട് കോഹ്ലി ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയത്. 973 റൺസ് നേടിയ ഈ സീസണിന് ശേഷം ആദ്യമായാണ് 700-ലധികം റൺസിലെത്തുന്നത്. ലീഗിലെ കോഹ്ലിയുടെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സീസണാണിതെന്ന് പറയാം. 2024 IPL-ൽ 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറികളും ഇദ്ദേഹം നേടി. തുടക്കത്തിൽ നിരന്തര തോൽവികളുമായി തപ്പിത്തടഞ്ഞെങ്കിലും RCBക്ക് പ്ലേ ഓഫ് യോഗ്യത നേടിക്കൊടുത്തതിൽ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികവ് നിർണായകമായി. നിലവിലെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ കൂടിയാണ് ഇദ്ദേഹം. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ മറ്റൊരു റെക്കോർഡ് കൂടി കോഹ്ലി തകർത്തിരുന്നു. 17 വർഷത്തെ IPL ചരിത്രത്തിൽ ഒരു വേദിയിൽ 3000 റൺസ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് ചിന്നസ്വാമിയിൽ കൈവരിച്ചത്. IPL കരിയറിൽ 8 സെഞ്ചുറികളും 55 അർദ്ധ സെഞ്ചുറികളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. 2008 ഏപ്രിൽ 18-നാണ് RCBക്ക് വേണ്ടി കന്നി IPL മത്സരത്തിൽ കളിക്കുന്നത്. ചിന്നസ്വാമിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടന്ന IPL ഉദ്ഘാടന മത്സരത്തിൽ വിരാട് കോഹ്ലി കളത്തിലിറങ്ങി. എന്നാൽ 1 റണ്ണിന് പുറത്തായി. കോഹ്ലി ഈ വേദിയിൽ 86 ഇന്നിംഗ്സുകളിൽ നിന്ന് 22 അർദ്ധ സെഞ്ചുറികളും 4 സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. 113 റൺസാണ് ഈ ഗ്രൗണ്ടിലെ മികച്ച സ്കോർ. ഈ ഗ്രൗണ്ടിൽ 124 സിക്സറുകളും പറത്തി. വിവിധ മത്സരങ്ങളിലായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലി 3400-ലധികം റൺസ് നേടിയിട്ടുണ്ട്. 2012 മുതൽ ഈ ഗ്രൗണ്ടിൽ ഇന്ത്യക്കായി 8 T20 മത്സരങ്ങളിൽ നിന്ന് 116 റൺസും നേടി. സ്ട്രൈക്ക് റേറ്റ് ഇതുപോരാ. സ്പിന്നർമാർക്കെതിരെ ആക്രമിച്ച് കളിക്കാനാകുന്നില്ല. പവർ പ്ലേ കഴിഞ്ഞാൽ പിന്നെ ബാറ്റിംഗ് ഇഴയുന്നു തുടങ്ങിയ പലവിധ പരാതികളാണ് വിരാട് കോഹ്ലിയെക്കുറിച്ച് നേരത്തെ ഓരോ IPL മത്സരങ്ങൾ കഴിയും തോറും നമ്മുടെ പരമ്പരാഗത ക്രിക്കറ്റ് പണ്ഡിതന്മാർക്ക് പറയാനുണ്ടായിരുന്നത്. വിമർശകർ ഒരു ഭാഗത്ത് അവരുടെ പണിയെടുക്കുമ്പോൾ മറുഭാഗത്ത് കോഹ്ലി ബാറ്റ് കൊണ്ട് അവർക്കുള്ള മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. 2011 4 അർദ്ധ സെഞ്ചുറികളടക്കം 121.09 സ്ട്രൈക്ക് റേറ്റോടെ 46.42 ശരാശരിയിൽ 16 മത്സരങ്ങളിൽ നിന്ന് 557 റൺസുമായി ഏറ്റവും കൂടുതൽ റൺ സ്കോററായി വിരാട് 2ാം സ്ഥാനത്തെത്തി. 2013 RCB പ്ലേ ഓഫുകൾ നഷ്ടമായെങ്കിലും 16 മത്സരങ്ങളിൽ നിന്ന് 634 റൺസുമായി വിരാട് 3ാമത്തെ ഉയർന്ന റൺ ശേഖരം ഉറപ്പിച്ചു. 138.73 സ്ട്രൈക്ക് റേറ്റോടെ 45.29 ശരാശരിയിൽ 6 അർദ്ധ സെഞ്ചുറികളും ഇദ്ദേഹം നേടി. 2015 സ്ഥിരത നിലനിർത്തിക്കൊണ്ട് വിരാട് 16 മത്സരങ്ങളിൽ നിന്ന് 505 റൺസ് നേടി. 130.83 സ്ട്രൈക്ക് റേറ്റോടെ 45.91 ശരാശരിയിൽ 3 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ നേടി. 2016 കളികളിൽ നിന്ന് 81.08 ശരാശരിയിൽ 973 റൺസ് നേടി വിരാട്ടിന്റെ അസാധാരണ പ്രകടനം. 152.03 സ്ട്രൈക്ക് റേറ്റും RCBയെ ഫൈനലിലെത്തിച്ച മികച്ച സീസൺ. ഇതിൽ 4 സെഞ്ചുറികളും 7 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെട്ടതോടെ അദ്ദേഹത്തിന് ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചു. 2018 RCBയുടെ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടും വിരാട് ശ്രദ്ധേയമായ മറ്റൊരു സീസൺ നൽകി. 48.18 ശരാശരിയിൽ 139.11 സ്ട്രൈക്ക് റേറ്റോടെ 530 റൺസ് 4 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ നേടി. 2023 വിരാട് 14 മത്സരങ്ങളിൽ നിന്ന് 53.25 ശരാശരിയിലും 139.82 സ്ട്രൈക്ക് റേറ്റിലും 2 സെഞ്ചുറികളും 6 അർദ്ധ സെഞ്ചുറികളും അടങ്ങുന്ന 639 റൺസുമായി തിരിച്ചുവന്നു.